ഫോഗാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പം സത്യം പറഞ്ഞാൽ ചക്കയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുൾ ചക്കമയം. ഇതാണെങ്കിലും ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള ഒരു പ്ലാവാണ്. ഏതാ സാധനം നോക്കിയാൽ ഞാനൊരു പൊലിവിന് എഞ്ഞി വേണമെന്ന് ചോദിച്ചാൽ അപ്പണ്ട് ഒരെണ്ണോടി ഇട്ടോന്ന്. എന്താ ഞാനവിടെ മാങ്ങ പറിക്കാൻ പോയൊക്കെയാണല്ലോ. ഇത് ചക്കയാണ്, ചക്ക. അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ കയറിയതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ചെറിയൊരു സ്നാപ്പ് ഇട്ടിട്ടുണ്ട്. അന്നാണ് ഞാൻ ഇതുമേ ഫസ്റ്റ് ടൈം കയറുന്നുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി സിമ്പിളായിരുന്നു. മേളിൽ പോയി എന്തായാലും കഷ്ടപ്പെട്ട് പറിച്ചതിൻ്റെ ആ ചക്കയുടെ ഒരു കാൽ ഭാഗത്തോളം കിളികളൊക്കെ കൊത്തി തിന്നിട്ടുണ്ട്. എന്നാലും പിന്നെ എടുത്തു. നമുക്ക് വരട്ടാനൊക്കെ പറ്റിയ നല്ല മധുരമുള്ള ചക്കയാണ്. താമരച്ചക്ക എന്നൊക്കെയാണ് ഇവരിതിന് പേര് പറയുന്നത്. ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണിത്. താഴെ ഇത്രയും ഉണ്ട് കേട്ടോ. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് ഞാൻ ആ മേലെ കയറിയിട്ടാണ് എടുത്ത്. താഴത്തുനിന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല മൂത്തതാണെന്ന് തോന്നി. അതുകൊണ്ട് കയറി പോയതാണ്. പിന്നെ ഇതിന് കണ്ടോ, എന്തുകൊണ്ടാണ് ഈ കേട് വരുന്നതെന്ന് അറിയില്ല. ഇനി ചൂടുകൊണ്ട് പൊട്ടുന്നതാണോ എന്താണെന്ന് അറിയില്ല. അത്രയും മൂത്തിട്ടൊന്നുമില്ല. പക്ഷേ ഇതിങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ സെയിം ആയ വേറെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വലിയ വള്ളി ഉണ്ടല്ലോ, ഈ വള്ളി ഈ പ്ലാവിൻ്റെ മേളിലോട്ട് കയറി പടർന്നതാണ്. ഞങ്ങൾ ആദ്യം ഇത് ശ്രദ്ധിച്ചില്ല. കുറച്ച് മാസം മുന്നേ താഴെയൊക്കെ നിറയെ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ കായ പോലെ റെഡ് ഇത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഞാനെന്നിട്ട് പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പഴുത്ത് ചീഞ്ഞതായിരുന്നു. എനിക്കെന്തൊക്കെ തോന്നി. പിന്നെ ഞാൻ അതെന്താണെന്നൊന്നും നോക്കിയില്ല. അപ്പോൾ ഇതിങ്ങനെ നിറയെ വള്ളി ഇങ്ങനെ മേളിലിങ്ങനെ പടർന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ടാണോ ഇത്തവണ ഇച്ചിരി കായ കുറവാണ്, അതായത് ചക്ക കുറവാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കണ്ടോ, ഇതാകെ പന്തലിച്ചിട്ടാ. അപ്പോൾ ഒരിക്കലായിട്ടിന് ഇത് വെട്ടി കളയുന്ന സമയത്ത് നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുടുകുടാച്ചില്ലെങ്കിലും കുറച്ചൊക്കെ വെള്ളം വന്നിരുന്നു കേട്ടോ. ഇങ്ങനെ പൈപ്പിൽ നിന്ന് കൊറ്റി പോണ പോലെ. പണ്ട് ഞാനിങ്ങനെ എന്താ പറയുക, പ്രായമുള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാട്ടിലൊക്കെ ഈ വിറകൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ വെള്ളമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അടുത്ത് ഈ അരുവി ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പുല്ലാണിയോ അങ്ങനെ എന്തോ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും എന്നുള്ളത്. അപ്പോൾ അത് കുടിക്കുന്നു. ഇത് നമ്മുടെ മറ്റേ ചക്കയാണ് കേട്ടോ. ഇതിലെത്തവണത്തെ ഉണ്ടായ എന്താ പറയുക, ചക്കപ്പഴം, എന്താണ് ചക്കന്നെ, സോറി, പ്ലാവാണ് ഇത്. അതിലുണ്ടായ ചക്കയാണ്. മരണമില്ലല്ലോ പറയുക, പിന്നെന്താ പറയുക, ഓർമ്മ. എനിക്കാണെങ്കിൽ എന്ത് പറയുമ്പോഴും എന്തെങ്കിലും ഒരു കടുക്കട്ടി മലയാളം വാക്കും കൂട്ടിച്ചേർക്കണം. എന്നാൽ ചിലപ്പോൾ സിറ്റുവേഷനെ അനുസരിച്ച് അർത്ഥമൊന്നും ആവില്ല. എന്നാൽ പോലും എനിക്ക് പറഞ്ഞാലൊരു സമാധാനം കിട്ടും. ഇത് ഞങ്ങൾ മുന്നേ വയനാട് പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചാൽ സൂറിനാം ചെറിയുടെയാണ്. അത് അത്യാവശ്യം നന്നായി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ വാലൻറ്റൈൻസ് ഡേ, മദേഴ്സ് ഡേ ഇങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ആ സ്നേഹത്തിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ അങ്ങനെ ആഘോഷിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓഫീസിൽ നിന്ന് ഇങ്ങനെ വിചാരിച്ചു കിട്ടാനൊന്നും ചാൻസ് ഇല്ല അല്ലേ, ഉണ്ടാവുമെന്നൊക്കെ ഇങ്ങനെ ചുമ്മാ പറയുകയും ചെയ്തു. നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സർപ്രൈസിങ് ആയിട്ട് ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഉറങ്ങിപ്പോയി. പിന്നെ ആ വീക്കെൻഡിൽ ഞങ്ങൾ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര വൈബുള്ള ഒരു കല്യാണം പറയാലോ. ഞാൻ അങ്ങനത്തെ ഒരു കല്യാണം ഇതുവരെ കൂടിയിട്ടുണ്ടായിരുന്നില്ല. ടും 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 എന്നൊരു മ്യൂസിക് നിങ്ങൾ ഈ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ സങ്കല്പിക്കണം മനസ്സിൽ. അതിനനുസരിച്ചിട്ടാണ് അവർ ആ വേവിയായിട്ട് ഇങ്ങനെ കളിച്ചും കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ആയപ്പോഴത്തേനും അവിടെ മറ്റേ DJ പാർട്ടിയും ഇതും എല്ലാം ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ വൈബായിരുന്നു. പിന്നെ പിറ്റേ ദിവസം വീണ്ടും നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം എത്തേണ്ട പോലെ പോകുകയാണ്. അപ്പോൾ ജ്യൂസിയിൽ പോയി. എൻ്റെ ഒരു ഫ്രണ്ട്, വൃത്തികെട്ടവളാണ് എന്നെ ഒരു ജ്യൂസി അഡിക്റ്റ് ആക്കിയത്. എന്നാലും ഞാൻ 3ാമത്തെ തവണയാണ് ഈ ജ്യൂസിയിൽ കയറുന്നത്. അവിടെയാണെങ്കിൽ സ്ട്രോബെറി ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണു മൂക്കൊക്കെ ഉള്ള സ്ട്രോബെറി. ഈ കണ്ണു മൂക്കൊക്കെ കണ്ട് അതിനെ വെട്ടിമുറിച്ച് തിന്നാൻ തോന്നുമോ? അങ്ങനെ ഞാൻ സ്ട്രോബെറിയുടെ ഒന്നും മേടിച്ചില്ല. അവിടെ നിന്ന് എന്ത് ചെയ്തു, അന്ന് അവൾ എന്നെ അഡിക്റ്റ് ആക്കിയ ചിക്കൻ സമൂന അത് തന്നെ മേടിച്ചു. പക്ഷേ എനിക്കവിടെ ഞാൻ പട്ടാമ്പിയിൽ നിന്നും കഴിച്ച ആ ടേസ്റ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഇത് ഞങ്ങൾ വളാഞ്ചേരിയിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അത്ര ഇതായിട്ട് ഞാൻ എൻ്റെ ടേസ്റ്റ് മറന്നതാണോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഗ്രിപ്പായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷത്തെ ചക്ക സീസണിൻ്റെ ഇത് പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷം ആ കുഞ്ഞിപ്ലാവിൽ ഏറ്റവും താഴെ ഉണ്ടായിരുന്നതാണ് അത്. പിന്നെ ഇത് നമ്മുടെ താമരച്ചക്കയിൽ വലിഞ്ഞു കയറുന്നതാണ്. കണ്ടോ, ഇത്തവണത്തെക്കാട്ടിലും കുറച്ച് ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. ഒപ്പം തന്നെ കുറച്ചധികം എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ കാര്യമാക്കണ്ട. പക്ഷെ അന്ന് കൊത്താത്തത് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മറ്റേ വള്ളി ഇല്ലായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടിയൊക്കെ ഉണ്ടായിരുന്നു. താഴെയാണെങ്കിലും അതിൻ്റെ മേളിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും ചെയ്തിരുന്നു. അപ്പം ഇനി ഒന്നും നോക്കണ്ട, എല്ലാവരും പോയി വേഗം ഒരു ചക്കട്ടിട്ട് തിന്നോളൂ.